നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പാർട്ട് ടൈമിലൂടെ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുവാനുള്ള ചില അവസരങ്ങളാണ്. പ്രത്യേകിച്ച് പ്രതിദിനം പെർ ഡേ ഏതാണ്ട് 16,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതും എൻ്റെ കോളേജിലെ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു അവസരം മനസ്സിലാക്കാം. അവർക്ക് ഈ പാർട്ട് ടൈം ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പല വീഡിയോകളും ചെയ്യുമ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയാറുണ്ട്. ശരിയാണ്, ചില ഇതേപോലെയുള്ള ഓൺലൈനിൽ ഒത്തിരി തട്ടിപ്പുകൾ നടക്കാറുണ്ട്. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെയുള്ള നല്ല പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തിയാൽ വലിയ സമയം നഷ്ടമൊന്നും ഇല്ലാതെ തന്നെ മികച്ച വരുമാനം ഉണ്ടാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഈ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏരിയ, അതായത് IT-കാർക്കും അല്ലെങ്കിൽ നോൺ IT-കാർ, ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ അറിയുന്നവർ, ലാംഗ്വേജസ് അറിയുന്നവർ, അല്ലെങ്കിൽ സയൻസ്, ഫിസിക്സ്, മാത്സ് ഇങ്ങനെയൊക്കെ അറിയുന്നവർക്ക് വളരെ മികച്ച വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള വരുമാന അവസരങ്ങൾ, അതല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ പാർട്ട് ടൈമിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുവാനായിട്ടുള്ള അതൊരു മികച്ച വരുമാനം തന്നെ ഉണ്ടാക്കുവാൻ സഹായകരമായ ഒരു അവസരം നമുക്ക് ഈ വീഡിയോയിലൊന്ന് മനസ്സിലാക്കാം. ഈ അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു വ്യക്തി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, കുട്ടിക്കാനം മെരിയൻ കോളേജിലെ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള പാർട്ട് ടൈം ജോലികളിലൂടെ വളരെ മികച്ച വരുമാനം, ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ ഒരു ദിവസം തന്നെ 10,000 രൂപയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും, എന്താണ് അതിനുള്ള മാർഗം, അപ്പോൾ ആർക്കൊക്കെ ഇത് പറ്റും, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ജോന സതീഷ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ജോന, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. ജോന, ഒന്ന് സ്വയമേ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോന എന്നാണ്. ഞാൻ കുമളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ മരിയൻ കോളേജിൽ MCA സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഓക്കെ. ജോനയുടെ ബേസിക് ഇതിനു മുമ്പ് എന്നാ ഡിഗ്രിയൊക്കെ എന്തായിരുന്നു പഠിച്ചത്? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. ഓക്കെ. കുമളിയിൽ തന്നെയാണ് BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത്, ഇപ്പം MCA പഠിക്കുന്നു. ഓക്കെ. ജോന ഇപ്പം പാർട്ട് ടൈമിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഈ പാർട്ട് ടൈം ജോലികളിലൂടെ ഒരു വരുമാനം, ഇത് ഫസ്റ്റ് ടൈം ആണോ അതോ ഇതിനു മുമ്പും എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി നോക്കിയിരുന്നോ? ഞാൻ തന്നെ കുറച്ച് പരിപാടികൾ ചെയ്യുമായിരുന്നു നേരത്തെ. ചെയ്യുമായിരുന്നു. ഞാൻ പ്രൊജക്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 വർഷത്തോളമായിട്ട് പ്രൊജക്ട് ട്രെയിനിങ്. ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ മെരിയനിൽ തന്നെ ടീച്ചേഴ്സിൽ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, താൻ മെരിയൻ കോളേജിൽ പഠിക്കുമ്പോഴും ട്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അതെ, അത് അങ്ങനെ ഉണ്ട് അല്ലേ? അപ്പോൾ ട്യൂഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൊജക്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഇപ്പം ഈ മികച്ച വരുമാനം കിട്ടുന്ന ഇത് ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ്, എങ്ങനെയാണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? ഇപ്പൊ ഔട്ട്ലെയർ എന്ന് പറയുന്ന കമ്പനിയാണ്, ഇവരുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ഔട്ട്ലെയർ. ഔട്ട്ലെയർ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അല്ലേ? ഇന്റർനാഷണൽ കമ്പനിയാണ്. ആക്ച്വലി Scale.ai എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ചൈൽഡ് കമ്പനിയാണ് ഔട്ട്ലെയർ എന്നുള്ള. ഓക്കെ. ഈ ഔട്ട്ലെയറെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്ക് ലിങ്ക്ഡിനില് എന്റെ പ്രൊഫൈൽ കണ്ടിട്ട് ഈ ഔട്ട്ലെയർ കമ്പനിയിൽ നിന്ന് ഒരു മെയിൽ വരുമായിരുന്നു. ശരി. അപ്പോൾ അങ്ങനെ ആ മെയിൽ വന്നു അല്ലേ? ഈ കേൾക്കുന്നവർക്കൊക്കെ ഡെയിലി ഒത്തിരി മെയിലുകൾ വരുന്നുണ്ട്. ഇതൊരു ക്രെഡിബിൾ ആണ് എന്ന് താൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു? അപ്പോൾ ലിങ്ക്ഡിനിൽ തന്നെ എനിക്ക് മെസ്സേജ് വരുമായിരുന്നു, ഒരു ജോബ് നല്ലൊരു ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അപ്ലൈ ജോബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് എന്നാന്ന് വെച്ചാൽ ഈ ഔട്ട്ലെയർ കമ്പനിയെ കുറിച്ച് ഇന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് റെഡിറ്റിലും അങ്ങനെ പല സൈറ്റിലും നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കമ്പനി ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പോയി സെർച്ച് ചെയ്താണ് ക്രെഡിബിലിറ്റി കണ്ടുപിടിച്ചല്ലേ? അപ്പോൾ അവിടെയൊക്കെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കാണത്തില്ലേ? അതെ, ഒത്തിരി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കിനും പലർക്കും ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ പലരും അറിയാൻ മേലാതെ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. ഓക്കെ. തൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ അപ്പം തന്നെ ഒരു കാര്യം ഇത് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കാം. നമുക്കൊക്കെ ഒത്തിരി മെയിലുകൾ വരും, എല്ലാം ഒന്നും വിശ്വസിക്കില്ല കേട്ടോ. ചിലതൊക്കെ തട്ടിപ്പൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള റിവ്യൂ പൊതുവെ വായിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ ഉള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച്
അതിൻ്റെ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള വർക്കുകളിലേക്ക് ഇറങ്ങുക. അപ്പം ഈ ഔട്ട്ലെയറിൽ ഇപ്പം വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് എല്ലാവർക്കും ഓപ്പൺ ആണോ അതോ ആദ്യം എന്തെങ്കിലും ഒരു അസസ്മെൻ്റ് ഉണ്ടോ? അതൊന്ന് സൂചിപ്പിക്കാമോ. എങ്ങനെയാണ് തനിക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്? അതായത് നമ്മൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അസസ്മെന്റ് ആയിരിക്കും. ഏത് പോസ്റ്റ് എന്ന് പറയുമ്പോൾ വിവിധ അവസരങ്ങളുണ്ടോ? ഇതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ ലാംഗ്വേജ് ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള അവസരങ്ങളുണ്ട്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്ത് ലാംഗ്വേജ് ആണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ? അതെ, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ നമുക്ക് മലയാളം, തമിഴ് അടക്കമുള്ള നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്. മലയാളം, തമിഴ് അടക്കമുള്ള ലോക്കൽ ലാംഗ്വേജുകൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് അവസരമുണ്ട്. അപ്പം തന്നെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട്, ഇത് കേൾക്കുന്നവർക്ക് പലർക്കും മലയാളം നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ? മലയാളത്തിൽ ഇവിടുത്തെ വർക്ക് എന്തായിരിക്കും? മലയാളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തും AI ട്രെയിനിങ് ആണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ChatGPT-യോട് മലയാളത്തിൽ ഒരു ക്വറി ചോദിക്കുവാണെങ്കിൽ മലയാളത്തിൽ റെസ്പോൺസ് തരും, പക്ഷെ അതിന്റെ ഗ്രാമർ ഒക്കെ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഗ്രാമർ മിസ്റ്റേക്സ് തിരുത്തുക, അതിനെ കുറച്ചും കൂടെ നല്ലതാക്കി ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി. പക്ഷെ നമ്മൾ AI ഒന്നും അറിഞ്ഞിരിക്കേണ്ട, അതിന് തരുന്ന ഉത്തരം നമ്മൾ പഠിച്ചിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ട്രെയിൻ ചെയ്ത് ആ AI മോഡലിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പോലെയുള്ള ലാംഗ്വേജുകളിൽ വർക്ക് ചെയ്യുക. പിന്നെന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്? പിന്നെ സയൻസിന്റെ ഫീൽഡുകളുണ്ട്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഉണ്ട്. അപ്പം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അറിയാവുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് മാത്രമല്ല ലോ പോലെയുള്ള ഏരിയകളിലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ലോ ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അറിവുള്ളവർക്ക് താൻ ഏതിലായിരിക്കും വർക്ക് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് എനിക്ക് ഒരു മാത്തമാറ്റിക്സ് പ്രോജക്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചെയ്യുന്നത് MCA സ്റ്റുഡന്റ് ആയിട്ട് ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ഒക്കെയാണോ ചെയ്തത്? ആക്ച്വലി എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ അതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് വന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിനാണ് അപ്ലൈ ചെയ്തത്. പിന്നീട് അവർ എനിക്ക് മെയിൽ അയച്ചു, കോഡിംഗ് റിലേറ്റഡ് പറ്റുമോ എന്ന് ചോദിച്ച്, ലാംഗ്വേജിന് എക്സ്പെർട്ടൈസ് ഒക്കെ ചോദിച്ചു വന്നു. അതിന് റിപ്ലൈ കൊടുത്തതിന് ശേഷം പിന്നീട് ഇപ്പൊ കോഡിംഗ് പ്രോജക്ട്സ് ആണ്. ഇപ്പം കോഡിംഗ്, അപ്പൊ MCA-കാർക്ക് പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കോഡിംഗ് റിലേറ്റഡ്. അപ്പം പറഞ്ഞു വരുന്ന എല്ലാ മേഖലയിലും അല്ലെ, ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് അല്ലെ ലാംഗ്വേജ് പഠിക്കുന്നവർക്കുള്ള അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ സയൻസ് പഠിക്കുന്നവർക്ക്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കുള്ള അവസരങ്ങളുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ IT പ്രോജക്റ്റുകളുമായി ഇൻവോൾവ് ചെയ്യുന്നവർക്കുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇനി താന് അപ്പോൾ AI റിലേറ്റഡ് അല്ലെങ്കിൽ കോഡിംഗ് റിലേറ്റഡ് വർക്കാണ് എന്ന് പറഞ്ഞു. എന്താണ് അവിടെ ചെയ്യുന്നത് ഒന്ന് സൂചിപ്പിക്കാമോ? അതായത് പല പ്രൊജക്റ്റുകൾക്കും പല രീതികളിലായിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ആ പ്രോംപ്റ്റ് നിന്ന് ഒരു മോഡലിൽ 2 റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ 2 റെസ്പോൺസിലും ചിലപ്പോൾ മിസ്റ്റേക്സ് കാണും. ഇംഗ്ലീഷ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കോഡുകൾ കിട്ടുന്നു. കോഡിംഗ് ആണെങ്കിൽ കോഡിൽ തരുന്ന മിസ്റ്റേക്കുകൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പല ബെഞ്ച് മാർക്ക് ഉണ്ട്. ഇപ്പോ ഒന്ന് ചിലപ്പോ ഇൻസ്ട്രക്ഷൻ ഫോളോയിങ് ആയിരിക്കും. അതായത് നമ്മൾ പറയുന്ന പ്രോംപ്റ്റിനനുസരിച്ച് തന്നെയാണോ റിപ്ലൈ വരുന്നത്. ഇനിയും ട്രൂത്ത്ഫുൾനെസ് ഒന്ന്, അതായത് അവർ തരുന്ന റെസ്പോൺസിനകത്ത് എന്തെങ്കിലും ട്രൂത്ത്ഫുൾനെസ് ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ. പിന്നെ റൈറ്റിംഗ് ക്ലാരിറ്റി, പിന്നെ അതിന്റെ സ്റ്റൈല്, സ്ട്രക്ചർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കോഡ് നമ്മൾ വായിച്ചു നോക്കി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് തന്നെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അത് ഫൈൻ ട്യൂൺ ചെയ്ത് ആ ഒരു AI മോഡലിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന് എങ്ങനെയായിരിക്കും തനിക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റവന്യൂ എങ്ങനെയാണ് ഒന്ന് സൂചിപ്പിക്കാമോ? അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ പേ റേറ്റ് ആണുള്ളത്. ഞാനിപ്പോ ആദ്യം ലാംഗ്വേജ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് മണിക്കൂർ കിട്ടിക്കൊണ്ടിരുന്നത് $8 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ കോഡിംഗ് ആയപ്പോൾ അതിന്റെ ഒരു 750 രൂപ പെർ അവർ ആയിരുന്നു ലാംഗ്വേജ്. ഇപ്പൊ കോഡിങ്ങിലോട്ട് വന്നപ്പോൾ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പേയ്മെന്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് $13.7 ആയിരുന്നു. 13.7 എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു 1000 അടുത്ത് 1000 രൂപ എന്ന് കൂട്ടാം. 1000 രൂപ പെർ അവർ അല്ലേ? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് തനിക്ക് ഡെയിലി 10,000 രൂപയൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. അതെങ്ങനെയായിരിക്കും അപ്പം? അതായത് നമുക്ക് ഈ ടാസ്ക് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്, നമുക്ക് എത്ര നേരം വേണം ചെയ്യാം. അപ്പോൾ ഓരോ ടാസ്കിനും നിശ്ചയിച്ച സമയമുണ്ട്. പക്ഷെ ഞാൻ പെർ ഡേ ഒരു 5-6 ടാസ്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും രൂപ 11,000. അപ്പൊ ഒരു ദിവസം എത്ര സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം? ഒരു 10 hours, ഒരു 8 to 10 hours ഒക്കെ സ്പെൻഡ് ചെയ്ത് 10,000 രൂപയിൽ കൂടുതൽ ഓരോ ആഴ്ചയിലും കിട്ടുന്നു, ഓരോ ദിവസവും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് മാക്സിമം എത്ര? എനിക്കിപ്പോൾ കുറേ കാശിന്റെ ആവശ്യമുണ്ട്. മാക്സിമം എത്ര മണിക്കൂർ ചെയ്യാം? അങ്ങനെ വല്ലതും പെർ ഡേ നമുക്ക് 16 hours ചെയ്യാൻ പാടില്ല. 16 hours. അപ്പോൾ 16 hours into 1000 എന്ന് പറയുമ്പോൾ പെർ ഡേ ഒരു 16,000 ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് താൻ സൂചിപ്പിച്ച ഏറ്റവും അല്ലെ ടിയർ ലോയിലാണ് താൻ ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പല ടിയർ ഉണ്ടോ? അതെന്താ? മൊത്തം 3 ടിയർ ആണുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം ലാംഗ്വേജിൽ നിന്ന് കോഡിങ്ങിലോട്ട് കയറിയതുകൊണ്ട് ഡീഫോൾട്ട് ആയിട്ട് എനിക്ക് ടിയർ 1 ആണ് കിട്ടിയത്. ഓ ശരി ശരി. പക്ഷെ നമ്മൾ
ആദ്യം തന്നെ tier 3 അല്ലെങ്കിൽ tier 2 അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ tier തന്നെയുള്ള അപ്പൊ കൂടുതൽ പേയ്മെന്റ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അപ്പൊ ഡിഫിക്കൽട്ട് വർക്കുകളല്ലേ കിട്ടുന്ന അവിടെ? അങ്ങനെ ആക്ച്വലി അല്ല, കാരണം ഈ 3 tier-ലുള്ള വർക്കുകൾ സെയിം ആണ്, ഇതിന്റെ അസസ്മെന്റിന്റെ മാത്രമാണ് ഡിഫിക്കൽട്ടി കൂടുതൽ. ഓ റൈറ്റ്. അപ്പം റേറ്റ് tier 3 എടുത്ത് അത് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടും അല്ലേ? അപ്പോൾ അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ് tier 1-ലായി പോയത്. ഓക്കെ. അപ്പോൾ ഒരു ചോദ്യം, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആണ്. അതെ, നമുക്ക് അതിനകത്ത് ആ ടാസ്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതുവരെ ചെയ്തതിന്റെ ആ എമൗണ്ട് കയറത്തില്ലെന്നേ ഉള്ളൂ, തൊട്ടടുത്ത ടാസ്ക് കൊണ്ട് നമുക്ക് ചെയ്യാം. ഓ ശരി. പക്ഷെ അതല്ല, നമ്മൾ അറിയാൻ മേലാഞ്ഞിട്ടും അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിവ്യൂ ബാഡ് ആയിട്ട് റേറ്റിംഗ്സ് വരും. ഓക്കെ. അപ്പം കോൺഫിഡന്റ് ഉള്ള വർക്കുകൾ മാത്രം ഏറ്റെടുത്ത് തനിക്ക് ഇതുവരെ കിട്ടിയ വർക്കുകളൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റി? അതെ, കുഴപ്പമില്ലായിരുന്നു. അതായത് എന്റെ കഴിഞ്ഞ പ്രൊജക്റ്റിലുള്ള എല്ലാ വർക്കും എനിക്ക് ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ട്, അത് കുറച്ച് ഹൈ ലെവൽ, കുറച്ച് പാടായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇത് ഡെയിലി വർക്ക് ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു അവൈലബിലിറ്റി? ഒരു പ്രൊജക്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 വീക്സിന് എല്ലാ ദിവസവും ജോലി കാണും. ഉണ്ട്. ആ പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോജക്റ്റിലേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിലപ്പോൾ ഡിലേ വരും. ഓക്കെ. അപ്പൊ ഇന്ന് വർക്ക് ഇല്ലായിരുന്നു, ഇന്നെങ്ങനെ ഈ ഒരു സമയം കണ്ടെത്തിയത്? ആക്ച്വലി എനിക്കിപ്പോൾ വർക്ക് ഉണ്ട്, വേണേ ഇപ്പൊ ചെയ്യാം, പക്ഷേ ഇത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്താൽ മതി. ഓക്കെ. അതിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, താൻ MCA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, തനിക്ക് എങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്താനായിട്ട് കഴിയുമോ? എനിക്ക് ഇപ്പോൾ ഇന്റേൺഷിപ്പിന്റെ സമയമാണ്. അപ്പോ ഒരു അതുകൊണ്ട് കോളേജിൽ നിന്ന് ആ ഒരു 3 monthsന്റെ ഒരു ഇതുകൊണ്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇനി ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അവർക്ക് ജോലിക്കിടയിൽ സമയം കണ്ടെത്താൻ പറ്റിയെന്ന് വരത്തില്ല, ഈവനിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കറിയേണ്ട 2 കാര്യം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുമോ? അതേപോലെ ഒരു ജോലി ചെയ്യുന്നയാളോ അല്ലെ പഠിച്ച് ഫുൾ ടൈം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു പ്രോജക്റ്റ് ആക്റ്റീവായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 24 hours ഏത് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റും. ഒരു പ്രോജക്റ്റിന് മിനിമം ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂറോളം സമയം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഡെയിലി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അടുത്ത ചോദ്യം, തനിക്കൊരു MCA-കാരനായിട്ടാണ് ഇത് കിട്ടിയത്, അങ്ങനെ ഉണ്ടോ? അതോ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രശ്നം? ആക്ച്വലി ഒരു മിനിമം ഡിഗ്രി വേണം. ഓക്കെ. അത് ഏതിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡിഗ്രി മിനിമം ഒരു മാൻഡേറ്ററി ആണ്. ഓക്കെ. ഡിഗ്രി ഉള്ളവർക്കെല്ലാം കിട്ടുമോ, അതോ ഇതെന്തെങ്കിലും അസസ്മെന്റിലൂടെയാണോ ഇവർ സെലക്ട് ചെയ്യുക? ഇപ്പോൾ ഞാൻ കോഡിങ്ങിന് തന്നെയാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസോ ആ റിലേറ്റഡ് ഫീൽഡോ വേണം. മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതിന്റെ ഫീൽഡ് വേണം. അതേസമയം ഇംഗ്ലീഷ് പോലെയുള്ള ഇതിനാണെങ്കിൽ BCom ആണെങ്കിലും BSW ആണെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ മാത്രമേ ഉള്ളൂ. അപ്പം മാത്സ് ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ആ മേഖലയിലുള്ളവർക്കായിരിക്കും നല്ലത്, അല്ലെ ലോ ആണെങ്കിൽ അങ്ങനെയുള്ളവർ. ഓക്കെ. കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഈ ഔട്ട്ലെയർ പോലെ തന്നെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ? കാരണം ഞാൻ ചോദിക്കാം, ഒരാളിപ്പോൾ ഔട്ട്ലെയറിൽ പോയി അസസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെ എന്ത് അസസ്മെന്റിലൂടെ ആയിരിക്കും ഇവർ നിങ്ങളെ സെലക്ട് ചെയ്യുക? അതൊന്ന് സൂചിപ്പിക്കാമോ? അതായത് സ്റ്റാർട്ടിങ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു ഇംഗ്ലീഷിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ അതിനൊരു വീഡിയോ ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത്. വീഡിയോ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ഓൺ ആക്കി വെക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഓറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിരിക്കും. രണ്ടും സമയത്ത് നൽകുക. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന്റെ റിപ്ലൈ നമ്മൾ ഒന്നുകിൽ സംസാരിച്ച് പറയുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് അവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരുന്നു. അങ്ങനെ അത് എത്ര നേരത്തെ അസസ്മെന്റ് ആയിരുന്നു? അത് ഏകദേശം ഒരു 15 മിനിറ്റ്സോളം വരും. 15 മിനിറ്റിന്റെ അസസ്മെന്റ്. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. അപ്പോ അത് റെക്കോർഡിംഗ് അല്ല. ഓ ശരി ശരി. അപ്പോൾ അത് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ റിപ്ലൈ പറയുകയോ എഴുതുകയോ ചെയ്താൽ മതി അല്ലേ? ഈ കമ്പ്യൂട്ടറിലും അങ്ങനെ ആയിരിക്കുമോ? അത് അതിനെക്കുറിച്ച് അങ്ങനെ കമ്പ്യൂട്ടറിനും സെയിം രീതിയിലാണ്. അപ്പോൾ ഒരു ബിഗിനർ ടു ഇന്റർമീഡിയറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് വരുന്നത്. പക്ഷേ ഓരോ ടിയറിനും വെവ്വേറെ ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. എനിക്കറിയേണ്ട ഈ ഔട്ട്ലെയർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഓപ്ഷൻ, വേറെ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? ഉണ്ട്, ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് പേയിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഔട്ട്ലെയർ ആണ്. പക്ഷേ ഇന്ത്യയിലായതുകൊണ്ട് ഏറ്റവും കുറവ് പേയ്മെന്റ് കിട്ടുന്നത് ഇന്ത്യക്കാണ്. പക്ഷെ മറ്റ് കമ്പനികൾ ഔട്ട്ലെയറിനെക്കാളും ബേസ് പേ കുറവാണെങ്കിലും ചിലപ്പോൾ ഇന്ത്യക്ക് സെയിം പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതായത് ഇന്ത്യൻസിന് പൊതുവെ കിട്ടുന്ന പേയ്മെന്റ് കുറവാണ്. ഇതേ വർക്ക് താൻ വിദേശത്ത് പോയിരുന്ന് ചെയ്താൽ ഇതിന് കൂടുതൽ കിട്ടിയത്. അപ്പൊ അത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ ഒരു സിമിലർ ആയിട്ടുള്ള ചില പ്ലാറ്റ്ഫോംസിന്റെ പേരെന്ന് പറയാമോ? ടെലസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, പിന്നെ ഡേറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇന്ത്യയിൽ തന്നെ ഇതുപോലെ ഇതിന്റെ ഒരു ടൈപ്പ് കമ്പനി ഉണ്ട്, അതാണ് Sol.ai. സോൾ, അതെ, SOUL, Sol.ai അല്ലേ? അതേപോലെ നമ്മുടെ XAI അറിയാവോ? അതെ അതെ, XAIക്ക് ഞാൻ ആക്ച്വലി ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അക്സെപ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അസസ്മെന്റ് ഉണ്ട് എനിക്ക്. ഓക്കെ. XAI ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. XAI എന്ന് പറഞ്ഞാൽ
ആ പേരിൽ തന്നെയുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ട്വിറ്റർ. അതായത് നമ്മുടെ എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് അല്ലേ, ടെസ്ലയുടെ ഒക്കെ മസ്കിൻ്റെ AI കമ്പനിയാണ് XAI എന്നുള്ളത്. അവിടുത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ആ വീഡിയോ ഒക്കെ കണ്ട് പലരും ഇതൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ പറയാറുണ്ട്. ഓർക്കുക, ഇതൊക്കെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നമുക്കതിന് വേണ്ട സ്കില്ല് വേണം എന്നുള്ളതാണ്. XAIയിൽ അവർ ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ അവർ പറയുന്ന ചില സ്കില്ലുകളുണ്ടല്ലോ, അത് നമുക്ക് വേണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഔട്ട്ലയർ പറഞ്ഞു ഒരു വരുമാനം കിട്ടും, അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഇതും കൊണ്ടുണ്ടോ? ഡെഫിനറ്റ്ലി രണ്ട് കാര്യമുണ്ട്. ഒന്നൊരു വരുമാനമുണ്ട്, നമ്മുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യാം. അതല്ലാതെ എന്തെങ്കിലും ഔട്ട്ലെയറിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനകത്ത് ഓൺബോർഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പല ലീഡിംഗ് മോഡൽസ് AI മോഡൽസിനെ നമുക്ക് ഫ്രീ ആക്സസ് കിട്ടും. അതിനകത്ത് ഔട്ട്ലെയർ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അതെടുക്കുവാണെങ്കിൽ OpenAIയുടെയും ക്ലോഡ് എന്ന് പറയുന്ന കമ്പനിയുടെയും ഏറ്റവും ടോപ്പ് ലീഡിംഗ് മോഡൽസ് നമുക്ക്. ഓക്കെ. അപ്പം നമ്മൾ ഈ പെയ്ഡായിട്ട് ഇപ്പം നമ്മൾ ഫ്രീ ഓപ്ഷൻസ് ആണല്ലോ ഈ ChatGPT ഒക്കെ നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ പെയ്ഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾക്കൊക്കെ നമുക്ക് നേരിട്ട് ആക്സസ് കിട്ടും അല്ലേ. പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ അത് കൊള്ളാമല്ലോ, അതൊരു നല്ല ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഇപ്പം ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഒരു വളരെ നല്ലൊരു കമ്പനിയിൽ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ട് ഞങ്ങളുടെ കോളേജ്, ഞാൻ പ്ലേസ്മെൻറ്റിൻ്റെ ഹെഡ് കൂടിയാണ്. ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും, ഇതേപോലെയുള്ള ജോലികളിൽ നിൽക്കാനാണോ പ്ലാന്? ഒന്ന് സൂചിപ്പിക്കാമോ? ആക്ച്വലി എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കൂടെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ടൈം വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പ്രൊജക്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ശരി. പിന്നെ അല്ലാണ്ട് ഓൺലൈനായിട്ടും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ അക്കൗണ്ട് ഇതും കൂടെ ഉണ്ട്. ആക്ച്വലി നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, അതിനോടൊപ്പം ഒരു നല്ല ഒരു ഇൻകമോടെ കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് അല്ലേ. ഫ്രീഡം ഉള്ള ഒരു ജോബാണ്. ഓക്കെ. അപ്പം ജോന, എനിക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഔട്ട്ലയർ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ഇത് കേൾക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്ട് നെക്സ്റ്റ്, അവരെന്ത് ചെയ്യണം ഒന്ന് സൂചിപ്പിക്കാം. എനിക്കിപ്പോൾ ഇതിനകത്ത് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ റെഫറൽ ലിങ്ക്സ് ഉണ്ട്, ഞാനിപ്പോൾ സാറിന് അയച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതെൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയേക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവർ അപ്ലൈ ചെയ്യുക അല്ലേ. അപ്ലൈ ചെയ്ത അസസ്മെന്റ് ഒക്കെ ഉടൻ തന്നെ നടക്കുമോ, എങ്ങനെയാണ്? അതെ, അത് അപ്ലൈ ചെയ്യുന്ന അപ്പം തന്നെ നമുക്ക് അസസ്മെന്റിന് വേണ്ടിയുള്ളത് വരും. ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഏത് ലാംഗ്വേജ് ആണ്. അപ്പോൾ അസസ്മെന്റ് എടുത്ത് വിജയിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കേൾക്കുന്നവർക്കും അങ്ങനെയുള്ള ഒരു നല്ല അവസരത്തിലേക്ക് എത്താൻ കഴിയട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു നല്ല അവസരം അത് കണ്ടെത്തുകയും അതിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. തന്നെ അങ്ങനെ ഒരു അവസരം കണ്ടെത്തി അതിൻ്റെ അസസ്മെൻ്റ് എടുത്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ആ ഇനീഷ്യേറ്റീവാണ് അയാളെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു അവസരത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു അവസരം ഷെയർ ചെയ്തു തന്ന ജോനയോട് പ്രത്യേക നന്ദി. താങ്ക് യു. അപ്പം ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ലെയർ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ജോന എനിക്ക് ഷെയർ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപക്ഷെ അവരുടെ അസസ്മെൻ്റ് ഒക്കെ വിജയിച്ചാൽ ഇതേപോലെയുള്ള മികച്ച അവസരങ്ങളിലേക്ക് നിങ്ങൾക്കും എത്താനായിട്ട് കഴിയും. നിങ്ങളിങ്ങനെ ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഇങ്ങനെയുള്ള കൂടുതൽ അവസരങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ പാർട്ട് ടൈമിലൂടെയൊക്കെ വരുമാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഇതേപോലെയുള്ള എക്സൈറ്റിംഗ് സ്റ്റോറീസൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഫീച്ചർ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഏറ്റവും ശുഭകരമായ ഒരു ഭാവി, ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.